എല്ലാരും ഇങ്ങനെ കുഴിഞ്ഞാണല്ലോ പോണു. വെയിറ്റ്. സൂപ്പർ. Nice, no? It would be like over 100 years old. Not 100, more than 100. More than 100? Okay. And നമ്മുടെ നാഷണൽ അസംബ്ലി സോ ദിസ് ഈസ് ദ ഇതാണ് നമ്മുടെ ബോംബെ ഹൈക്കോടതി. അപ്പം നമ്മുടെ കോടതി നമ്മൾ കോടതി കാണുമ്പോൾ നമ്മുടെ ഗോഡസ് ഓഫ് ജസ്റ്റിസിൻ്റെ ഒരുപാട് പ്രതിമകൾ നമ്മുടെ സിനിമയിലും, അതായത് കോടതി എന്ന് പറയുമ്പോൾ തന്നെ ഇതാണല്ലോ അതിൻ്റെ ഒരു ചിഹ്നം എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ ബോംബെ കോടതിയിലെ ഹൈക്കോർട്ടിൻ്റെ ആ ബിൽഡിങ്ങിൽ, ഇത് എനിക്ക് തോന്നുന്ന ബ്രിട്ടീഷുകാർ ബിൽഡ് ചെയ്തതാണ്. അപ്പം കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. സോ അതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം ത്രാസൊക്കെ ആയിട്ട് നിൽക്കുന്ന നീതിന്യായ വുമൺ, ഗോഡസ് ഓഫ് ജസ്റ്റിസ്, ലേഡി ഓഫ് ജസ്റ്റിസ് എന്നൊക്കെ പറയും. പക്ഷെ അതിൻ്റെ ആ നിൽക്കുന്ന ഇതിലൊരു പരുന്തും കൂടെ വന്നിരിപ്പുണ്ട്. ഇതിലൊരു പരുന്തും ഇരിപ്പുണ്ട്, കാണാം. സോ ഇന്ത്യൻ ഫ്ലാഗ്. പിന്നെ ഇതെന്തിൻ്റെ പ്രതിമയാണ്? ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. അറിയാമെന്നുള്ളവർ പറയൂ, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. That is not that. Did you see the Priyanka? So Indian emblem, Ashok Chakra, Ashok Stambam. This is Ashok Stambam, yaar. സൂപ്പർ. ഇതൊരു പ്രൈം പ്ലേസ് ആണ്, മുംബൈയുടെ പ്രൈം പ്ലേസ് എന്ന് പറയുന്ന സ്ഥലമാണ്. നമ്മൾ മുന്നോട്ട് പോവുകയാണ്. സോ ഇതൊരു ഗ്രൗണ്ടാണ്, ഒരു ഫേമസ് ഗ്രൗണ്ടാണ്. അങ്ങകലെ അതെന്തോന്നാണ്? ദിസ് വൺ, അതെന്തോ ഒരു ബിൽഡിംഗ് ആണ്, പഴയ ബിൽഡിംഗ് ആണ്. ഓ ദിസ് ഈസ് നിയമസഭയുടെ അതാണ്. നോട്ട് പാർലമെന്റ് യാർ, നിയമസഭ. ഇറ്റ്സ് എ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് മുംബൈ, മഹാരാഷ്ട്ര. സോ ദിസ് ഈസ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് മഹാരാഷ്ട്ര. അതിൻ്റെ ഭാഗമാണ് ആ ബിൽഡിങ്ങിൻ്റെ. സോ ഇവിടെ ഒരു ക്ലോക്ക് ടവർ കാണാം. അതായത് ഇപ്പോഴും വർക്കിംഗ് ആവുന്ന ഒരു ക്ലോക്ക് ടവറാണ്. ഞാനിപ്പോൾ എത്തിയപ്പോൾ കറക്റ്റ് ആ ക്ലോക്ക് ടവറിൽ 1 മണിയായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയപ്പോഴും ആ ബെല്ലടിച്ച് തീർന്നു. 1 മണി ഒരു ബെല്ലടിച്ചായിരുന്നു. കറക്റ്റ് 1 മണിയായപ്പോൾ അതിൽ ബെല്ലും അടിച്ചിട്ടുണ്ടായിരുന്നു ഈ ക്ലോക്ക് ടവർ. നല്ല ഹൈറ്റാണ് ഈ ക്ലോക്ക് ടവറിന്, മനസ്സിലാവും കണ്ടോ. പിന്നെ താഴെ നിങ്ങൾക്ക് ഒരു പിസ്സ ടവറിൻ്റെ ഒരു മിനിയേച്ചർ പോലത്തെ ഒരു സൈഡ് ആംഗിളിൽ ചെയ്തും വെച്ചിട്ടുണ്ട്.
എത്ര വലിപ്പം എന്ന് പറയാമോ ടവർ. സോ ഇപ്പോഴും വർക്കിംഗ് ആണത്. ആൻഡ് ദ കൺസ്ട്രക്ഷൻ അത് ഫുൾ സ്റ്റോണാണ്, ഹെവി. സോ ഇത് അതെ 4 സൈഡിലും ഈ ക്ലോക്ക് വെച്ചിട്ടുണ്ട്. ഏത് സൈഡിൽ നോക്കിയാലും കാണാൻ പറ്റും. ആ ട്രയാങ്കിൾ ആവാനാണ് സാധ്യത, പക്ഷെ എനിക്ക് തോന്നുന്നു ഓക്കെ 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 ആ ഇത് 3 ഭാഗത്താണ്. അപ്പം പിന്നെ സൈഡിലെല്ലാം ഞാൻ പറഞ്ഞില്ലേ പിസ്സ ഗോപുരം പോലെ അതിൻ്റെ ഒരു ചെറിയ മിനാച്ചർ പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ എന്താ ലുക്കിലാണ് അവർ ചെയ്തേക്കണത്. അടുത്തടുത്ത ബിൽഡിംഗ് ഉണ്ട് ഇനി അടുത്ത്. യാ സോ ഇതൊരു മെയിൻ സെൻറ്ററിൽ തന്നെ നോക്കൂ, ഹെവി ഒരു ഗ്രൗണ്ടാണ്, ഹെവി ഗ്രൗണ്ട്. ലോട്ട് ഓഫ് പീപ്പിൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. സോ അവിടെ അതാണ് ഇവിടുത്തെ കളക്ടറേറ്റ് ബിൽഡിംഗ്. അത് SBI ബിൽഡിംഗ് ആണ്, എന്താണെന്ന് അറിയില്ല. ജെൻസ് മാത്രമല്ല വുമൺസും കളിക്കുന്നുണ്ട്. ചേച്ചിമാരുടെ ടീമാണത്, ചേച്ചി ഗാങ്സ്. സോ എല്ലാവരും എന്താ ആൻറ്റിമാരെല്ലാം ഉണ്ട് ക്രിക്കറ്റിൽ. എല്ലാവരും കളിക്കാൻ വേണ്ടി ടീം പിരിച്ച് ഇനി കളി തുടങ്ങും. അവിടെ ഉള്ളതെല്ലാം പ്രൊഫഷണൽസ് ആണ്, ഇവര് അല്ലാതെ കളിക്കാൻ വന്നതായിരിക്കും. പിന്നെ അവിടെയും പ്രൊഫഷണൽ ടീംസ് ആണ്. അത് അടുത്ത ബിൽഡിംഗ് ആണ്. ഇതാണ് മുംബൈ യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ. അതിൻ്റെ ഗേറ്റാണ്. അതിൻ്റെ ബിൽഡിംഗ് ഇതും അതിൻ്റെ ബിൽഡിംഗ് ആവാനാണ് സാധ്യത, ഈ ടവർ ഉൾപ്പെടെ ഉള്ളത്. ഓർഡർ. സോ വലുതൊരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെടുത്ത് പൊക്കി ഓർഡർ അടിക്കുന്നവനെയൊക്കെ സമ്മതിക്കണം. എനിക്ക് തോന്നുന്നത് കോർട്ട് റോഡൊക്കെ ആയതുകൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കണായിരിക്കാം. കോടതി ഏരിയയാണ്, ഓർഡർ. ഇവിടെ എല്ലാം ഈ ബ്രിട്ടീഷുകാരുടെ ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ. ഏരിയ ഈ സ്ട്രീറ്റ് മൊത്തം അതാണ്. കാലാഗോഡ. It's electric. Oh, this is something. Gallery name for Nah. Beautiful art in the area. So this is an art gallery. ഇതെല്ലാം ഫുൾ ബ്രാൻഡഡ് ഷോപ്സ് ആണ്. കണ്ടോ, ജഹാംഗീർ ആർട്ട് ഗാലറി.
Cái làm vào cái gì vậy? Được tiền được. वैसे ही चलेगा ഇവിടെ ഫുൾ അപ്പുറത്തും ഇപ്പുറത്തും, അതായത് ഈ ഫുട്പാത്തിൽ രണ്ട് സൈഡിലും ലൈവ് പെയിൻറ്റിങ് ചെയ്ത് അത് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുക. സൂപ്പർ പെയിൻറ്റിങ് ആണ്. പക്ഷേ ഇതൊക്കെ ബ്രാൻഡഡ് ഷോപ്പുകളിൽ പോയാൽ ഒരുപാട് പ്രൈസാകും. ഇവിടുത്തെ പ്രൈസ് എനിക്കറിയില്ല, എന്തായാലും ഇവിടെ കുറച്ചും കൂടെ വില കുറവായിരിക്കും. എല്ലാം ഒത്തറ്റിക് പിക്ചേഴ്സാണ്. ഓൾ മുംബൈ. ആണോ? ഓക്കെ. ചോദിക്കണ സാർ, ഇതെന്താ? ഇത് അതാണ് ഞാൻ പറഞ്ഞത് ചർച്ച്. ഇത് അതല്ലേ CST. സോ ഇതാണ് CST റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് ബാൽ താക്കറെ സാഹിബിൻ്റെ സ്റ്റാച്യു. ശിവസേനയുടെ സ്ഥാപകൻ.